ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഭർത്താക്കന്മാരോട്, ഭാര്യമാരോട് ദൈവവചനം സംസാരിക്കുന്നത് എന്താണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണ്. സാധാരണ പറയും, ഈ സ്ത്രീകളോട് മാത്രമോ ബൈബിള് പറഞ്ഞിട്ടുള്ള, കാരണം എല്ലായിടത്തും പറയുന്നത് സ്ത്രീകൾ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് എന്ന്. എന്നാൽ ഇതാ ഭർത്താക്കന്മാരോട്, പുരുഷന്മാരോട് ബൈബിൾ വചനം എന്താണ് പറയുന്നതെന്ന് ആദ്യം കേട്ടതിന് ശേഷം നമുക്ക് ഭാര്യമാരോട് വിശുദ്ധ ഗ്രന്ഥം എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ആ പരാതി അങ്ങോട്ട് പോയിക്കോളൂ. എല്ലാവരും സ്ത്രീകളുടെ പുറത്തോട്ടാണല്ലോ വന്നത് എന്ന് പറയും. സ്ത്രീകളോട് മാത്രമേ പറഞ്ഞിട്ടുള്ള എന്നൊരു പരാതിയുണ്ട്. ആ പരാതി അങ്ങോട്ട് തീർന്നു പോയിക്കോട്ടെ. സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും സ്ത്രീയെയും പറഞ്ഞ് ആ ഒരു പഴമയുടെ രീതികളുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കഴിച്ചു പോയി കഴിഞ്ഞിട്ട് വല്ലതും ബാക്കിയുണ്ടേ സ്ത്രീകൾ കഴിക്കും, അല്ലെങ്കിൽ ഓച്ചാനിച്ച് മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥകൾ. എന്ത് കുഴപ്പം വന്നാലും നല്ലതൊന്നും വന്നാൽ നല്ലതാണെന്ന് ആരും പറയില്ല, അല്ലെങ്കിൽ അത് ഭാര്യയുടെ കുഴപ്പം. ഭർത്താവ് കള്ളു കുടിച്ച് നടക്കുന്നതും പിന്നെ പണിക്ക് പോകാത്തതും എല്ലാം കല്യാണം കഴിഞ്ഞ ഭാര്യയുടെ കുഴപ്പം. അപ്പോൾ അതിനു മുമ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുണ്യപ്പെട്ടതാണെന്ന് പലരും പറയും. അവൾ വന്ന് കയറി എന്നാണോ അന്ന് തൊട്ട് പ്രശ്നം എന്ന് പറയും. കൊച്ചുങ്ങളുണ്ടാകാത്തതും അതിൻ്റെയും കുഴപ്പം ഭാര്യയുടെ കുഴപ്പം. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇതുപോലെ ഒരു പെൺകുട്ടി കണ്ണുനീരോടെ പറഞ്ഞ ഇതാണ്, ഭർത്താവിന് കുട്ടികളുണ്ടാവുന്നില്ല, പക്ഷേ ഭർത്താവിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഭാര്യയ്ക്ക് കുഴപ്പം എന്താണെന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. ഇനി ഭർത്താവിന് കുഴപ്പമുണ്ടായിട്ടും കുറവുണ്ടായിട്ടും കുട്ടികളുണ്ടാകാത്തതിൻ്റെ കാര്യം ഭർത്താവിനല്ല, ഭർത്താവിനാണ് കുഴപ്പം ഒറിജിനൽ, ഭാര്യക്കാണ് എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ എന്നെ രക്ഷിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം അവമാനിതനാകണ്ട, വേദനിക്കേണ്ട എന്ന് കരുതി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പങ്കാളികളെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ സർവം സഹയായിട്ട് എന്ത് കുഴപ്പമുണ്ടെങ്കിൽ അത് മുഴുവൻ ഭാര്യയുടെ കുഴപ്പം, നല്ലതുണ്ടെങ്കിൽ എല്ലാം അത് ഭർത്താവിൻ്റെ എന്ന് പറയുന്നവരെയും അതിന് കൂട്ടു നിൽക്കുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പരാതി അങ്ങോട്ട് മാറിപ്പോയിക്കോട്ടെ. ഭർത്താക്കന്മാരോട് ബൈബിൾ ദൈവവചനം എന്താണ് സംസാരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. ഒറ്റ ശരീരമായി തീരും. മാതാപിതാക്കളെ വിട്ട് ആര്? പുരുഷൻ. ഇതാ ഇന്നാൾ ഒരു കുടുംബത്തിൽ ഇതുപോലെ പ്രശ്നമായിട്ട് വന്നപ്പോൾ ഞാൻ അവരുമായിട്ട് ഒരുമിച്ചും സെപ്പറേറ്റും സംസാരിച്ചു. അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞത് ഇതാണ്, കല്യാണം കഴിച്ചത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ്, അതെ കുറച്ച് കടം ഉണ്ടായിരുന്നു വീട് പണിതതിൻ്റെയൊക്കെ, അപ്പോൾ ലോൺ അടക്കാൻ പറ്റാതെ അത് ഞാൻ കല്യാണം കഴിക്കണില്ലെന്നും പറഞ്ഞിരുന്നതാണ്. ലോൺ മുടങ്ങി കിടക്കാൻ തുടങ്ങിയപ്പോൾ ജപ്തിയിലോട്ട് പോകുമെന്ന് കണ്ടപ്പോൾ കല്യാണം കഴിച്ചാൽ ഇത്തിരി സാമ്പത്തികമൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ എല്ലാ വഴിക്കും കിട്ടും, അപ്പോൾ പിന്നെ ഒരു കല്യാണം കഴിച്ചേക്കാമെന്ന് കരുതി കല്യാണം കഴിച്ചു. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ അവസ്ഥ. കാരണം എന്താ, കല്യാണം കഴിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചതല്ല, കടം തീർക്കാൻ വേണ്ടി കല്യാണം കഴിച്ചതാണ്. വന്ന പാടെ തന്നെ പെണ്ണിൻ്റെ സ്വർണവും പൊന്നും പണ്ടവും കിട്ടിയതും എല്ലാം അടിയറ വെച്ച അവസ്ഥ. വേറൊരാൾ ഇതുപോലെ പറഞ്ഞ ഇതാണ്, 2 പെങ്ങന്മാർ കെട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ആങ്ങളുടെ കല്യാണം നടത്തി ആ കിട്ടണതെടുത്ത് പെങ്ങന്മാർക്ക് കൊടുക്കണം, അല്ലാതെ ഒരു ജീവിത പങ്കാളി വേണമെന്നോ തന്നെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ്, ഒരു സ്ത്രീയാണ് ഈ വ്യക്തി എന്ന് ഉള്ള ഒരു ചിന്തയൊന്നും ഇല്ല. ഇന്ന് കുടുംബത്തിൽ പൊട്ടിത്തെറിക്കുന്ന തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ. ഞാൻ ഓർക്കുകയാണ്, കുറേ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി കൗൺസിലിംഗ് എടുക്കാനും പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പോൾ അവരുടെ വിഷയം എന്താണെന്ന് അറിയാമോ? 9 വർഷമായിട്ട് ഭർത്താവ് ജോലിക്കേ പോകുന്നില്ല, ഒരു സുപ്രഭാതത്തിൽ കയറി ഇരുന്നിട്ട്. പക്ഷെ അതിന് ജയ് വിളിക്കുന്ന, കൊട പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ അമ്മ. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല, ഇയാൾ ജോലിക്ക് പോകില്ല, കുടുംബത്തിൽ അടപ്പ് എരിയാത്ത അല്ലെങ്കിൽ തീ പിടിപ്പിക്കാൻ പറ്റാത്ത അത്രക്ക് ബുദ്ധിമുട്ട്, വീട്ടിൽ ഒരു വഴിയില്ല. ഈ സഹോദരി അല്പം ട്യൂഷനൊക്കെ എടുക്കും, അതുകൊണ്ട് റേഷൻ പോലും മേടിക്കാനായിട്ട് തികയത്തില്ല, എന്നാൽ ഇവരൊട്ട് ജോലിക്ക് വിടത്തുമില്ല. ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാര്യനെ കൊണ്ട് വാ തുറപ്പിക്കത്തില്ല, എല്ലാത്തിലും കയറി ഇയാൾ
അയാളുടെ അമ്മ കയറി ഇടപെടും. എന്നാൽ എങ്ങനെ കഴിയും? ഇവനും കഴിയണത് ഈ കുടുംബത്തിലാണ്. ഇതാ മക്കളുമുണ്ട്, എങ്ങനെ ജീവിക്കും? ആ സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിച്ച് ഇവർ കളിയാക്കലും ചീത്ത വിളിക്കലും മകന് കൂട്ടുപിടിക്കുന്ന അമ്മ. ഈ സഹോദരി പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വന്നു, വചനം കേട്ട് ഇതും കഴിഞ്ഞ് ചെല്ലുമ്പോഴും ആക്ഷേപിക്കുമായിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ച് 9 വർഷമായിട്ട് ജോലിക്ക് പോകാത്ത ഭർത്താവിനെ ഒരാൾ വന്ന്, പണ്ടത്തെ ഏതോ പരിചയക്കാരൻ വന്ന് ജോലിക്ക് വിളിച്ചുകൊണ്ട് പോയി. ഈ സ്ത്രീയുടെ സമർപ്പണ മനോഭാവവും ഇതാ ദൈവാശ്രയവും അതിരറ്റ ക്ഷമയും ആ കുടുംബത്തെ, ഇപ്പം അമ്മയൊക്കെ മരിച്ചുപോയി. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ ഇയാൾ ഇങ്ങനെ കയറി നിൽക്കുന്നതുകൊണ്ട് ഞാനൊന്ന് വർത്തമാനം പറഞ്ഞപ്പോഴേക്കും പറഞ്ഞ ഇതാണ്, 2 പൊറോട്ട മേടിച്ചുകൊണ്ട് പോകാമെന്ന് ഓർത്ത് അവക്കും കൊച്ചിനും മോനും ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, എല്ലാം കുറിക്ക് കൊണ്ടു. അപ്പോൾ ആ ലെവലിൽ ഇവർ അയാളെ മാറ്റിയെടുത്തു, മുടങ്ങാതെ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. എപ്പോൾ എവിടെയാണ് ജോലി എടുക്കുന്നതൊക്കെ എന്നോട് പറഞ്ഞത് ഓർക്കുകയാണ്. അമ്മമാർ പറയും, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എൻ്റെ മോനല്ലേ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ നേർന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ മോനാണ്. വേറൊരു അമ്മ പറഞ്ഞത് ഓർക്കുകയാണ്, എൻ്റെ ഭർത്താവ്, ഞാൻ 3ാമത്തെ കുഞ്ഞിനെയും കൂടെ പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് എൻ്റെ ഭർത്താവ് മരിച്ചത്. എന്നിട്ടൊരു 2ാം കല്യാണം പോലും കഴിക്കാതെ ഞാൻ വീട്ടുവേലക്ക് വരെയും കൂലിപ്പണിക്ക് വരെയും പോയി ഞാൻ വളർത്തി എന്ന് പറഞ്ഞിട്ട് അവകാശങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ പെണ്ണിനെ അവിടെ ജീവിക്കാൻ അമ്മ അനുവദിക്കൂല. ഈ ഇളയ മകൻ്റെ കൂടെയാണ് അമ്മ നിൽക്കുന്നത്. എപ്പോഴും നല്ല ലെവലിൽ അവരെല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പക്ഷെ എപ്പോഴും പരാതി പറയുന്ന, ഞാൻ വളർത്തി, ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ വീട്ടുവേലക്ക് പോയെന്നും പറഞ്ഞിട്ട് ശരി, അതിനൊന്നും എതിര് പറയുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ, അവസ്ഥകൾ ഇതാ ഭർത്താക്കന്മാർ മനസ്സിലാക്കിയില്ലെങ്കിൽ, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചൊല്ലും. ഈ മുറിയുടെ ദവടം വരെയും അവർക്ക് വരാം, അപ്പുറം വാതിൽ വരെയും വരാം. പക്ഷെ അതിൻ്റെ അകത്തെ കാര്യങ്ങൾ, ഭാര്യയുടെ കാര്യവും ഭർത്താവിൻ്റെ കാര്യവും ഭാര്യയുടെ കാര്യം ഭർത്താവുമാണ് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ പുറത്ത് വേറൊരു തീരുമാനം വന്നാൽ പോയി കഥ. പലയിടത്തും നരകതുല്യമായ അവസ്ഥ. അതുപോലെ വേലക്കാരി അല്ല ഭാര്യ. ഒരു സംഭവം ഓർക്കുകയാണ്, അപ്പനും പാടില്ലാതെ കിടപ്പ. അമ്മക്കാണെങ്കിൽ അപ്പനെ നോക്കി വീട്ടിലെ പശുവും എല്ലാം ഉണ്ട്, വയ്യാതെ ആയി തുടങ്ങി. അപ്പോഴാണ് അവന് കല്യാണം നോക്കട്ടെ എന്നും പറഞ്ഞ് കല്യാണം നോക്കാൻ തുടങ്ങിയത്. ഇതാ കുടുംബത്തിൽ ആകെ പ്രശ്നമായി. ഇങ്ങനത്തെ ഒരു സംഗതി, അല്ലെങ്കിൽ ഒരു പുതിയൊരു സാഹചര്യം, കൊലക്കാറായ ഒരു തെങ്ങ് പറിച്ചു നടന്നതുപോലത്തെ അവസ്ഥയാണ്. ഒരു പെണ്ണ് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഒരു പുതിയ വീട്ടിൽ വരുമ്പോൾ അതുമായിട്ട് കോംപ്രമൈസായി വരിക എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഭാര്യയുടെ വീട്ടിലേക്ക് ഭർത്താവിനെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന, അവിടെ വന്ന് നിൽക്കുന്ന അവസ്ഥ. അതത്ര സക്സസ് ആയിട്ടില്ല പല സമുദായങ്ങളിലും. ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ള ഈ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഭാര്യ വരുന്നത്, അതായത് ഒരു പെണ്ണ് എവിടെയും അഡ്ജസ്റ്റ് ആകും. അതാണ് സ്ത്രീ. ആ സ്ത്രീയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. ദൈവം പോലും മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കാൻ തിരഞ്ഞെടുത്തത് ഒരു സ്ത്രീയെയാണ്. അപ്പോൾ അത്രമാത്രം സവിശേഷതകൾ, എവിടെയും അഡ്ജസ്റ്റ് ചെയ്യാനും എവിടെയും ഫോക്കസ് ചെയ്യാനും ഏത് കാര്യത്തിലും വേണ്ടത് ചെയ്യാൻ ഒരു സ്ത്രീക്ക് സാധിക്കും. അപ്പോൾ ഒരു വേലക്കാരി അല്ല ഭാര്യ. അച്ഛനെ നോക്കാൻ, അമ്മനെ നോക്കാൻ, പശുവിനെ നോക്കാൻ, കിടക്കാൻ ഒരു മുറി പോലും ഇല്ലെന്ന് സങ്കടത്തോടെ ആ സഹോദരി പറഞ്ഞത് ഓർക്കുകയാണ്. അതിലും നല്ലത് ഒരു വേലക്കാരത്തിനെ നിർത്തിയാൽ മതി, അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെ നിർത്ത്. അപ്പനെ നോക്കാൻ, അമ്മേനെ നോക്കാൻ, എപ്പോൾ നോക്കിയാലും അമ്മേനെ അന്വേഷിച്ചുകൊണ്ടിരിക്കാനാണ് ഒരു ഭാര്യേനെ വേണ്ടതെങ്കിൽ അതിനൊരു ഹോം നേഴ്സിനെ നിർത്തുന്നതായിരിക്കും നല്ലത്. നീ അവൾക്ക് സ്നേഹം കൊടുത്താൽ അവൾ തന്നെ, അത് ഓട്ടോമാറ്റിക് വെർഷനാണ്, നിൻ്റെ അപ്പനെയും അമ്മനെയും കൂടപ്പറപ്പങ്ങളെ എല്ലാം സ്നേഹിക്കും. നീ അവളെ പ്രധാന വ്യക്തിയായി കാണാതെ, അവളെ സ്നേഹിക്കാതെ നീ എല്ലാത്തിനും അപ്പ അമ്മ എന്നും പറഞ്ഞു പണ്ടത്തെ പോലെ ഇരുന്നാൽ ആഹിസ്ത, നിൻ്റെ കാര്യവും പോക്ക, അവരുടെ കാര്യവും പോക്ക, തമ്മിലടി ഒഴിഞ്ഞിട്ട് നേരമില്ല. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം, വീട് പണിത കടം തീർക്കാൻ വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അതിന് വേറെ വല്ല ബിസിനസ് ബ്രോക്കർ വഴി നോക്കുന്നു പറയും, അതായാലും നല്ലത്. അതുപോലെ അമ്മ കഷ്ടപ്പെട്ട് ആർക്കാണ് ഈ ലോകത്ത് കഷ്ടപ്പെടാതെ ജീവിക്കാനായിട്ട് പറ്റുന്നത്? കഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അമ്മയുടെ അപ്പൻ്റെയും ആയ സമയത്ത് അവർ ജീവിച്ചിട്ടുണ്ട്. അതവർ ജീവിച്ചിട്ടില്ലെങ്കിൽ അത് അവരുടെ കുറവാണ്. അതിന് നിൻ്റെ ജീവിതം കൊണ്ടല്ല നീ പരിഹാരം ചെയ്യേണ്ടത്. ഇതാ മറ്റൊരു നിന്നെക്കൂടി ജീവിക്കാൻ ദൈവം സമർപ്പിച്ച് ഇറങ്ങിത്തിരിച്ച ഒരു പെൺകൊച്ചിൻ്റെ ജീവിതം അല്ല ബലി കൊടുക്കേണ്ടത്.
അങ്ങനെ ഒരു സാഹസത്തിനല്ല നീ മുതിരേണ്ടത്. അപ്പോൾ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. അങ്ങനെയുള്ള കേസുകൾ വരെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഞാൻ ഓർക്കണേ. അതായത് അമ്മ ഭാര്യയുടെ കൂടെ കിടക്കാൻ സമ്മതിക്കില്ല ഭർത്താവിനെ. ഒരുപാട് നാളുകളോളം അമ്മയുടെ കൂടെ ഭാര്യനെ വിളിച്ച് കിടത്തും. അതിന് സ്തുതി പാടുന്ന ഭർത്താവ് അമ്മേനെ പേടിച്ചിട്ടാ. അവരാ മാപ്പിളയെന്ന് പറയും ചില കുടുംബങ്ങളിൽ. അവരാ മാപ്പിളമാരുണ്ട്. ഭർത്താവല്ല, അപ്പനല്ല കാര്യം തീരുമാനിക്കുന്നത്. പുറമൂച്ചിലൊക്കെ കാര്യങ്ങൾ കുഴപ്പമില്ലെന്ന് തോന്നും. അമ്മ പറയുന്നത് പോലെ വരച്ച വരയിൽ നിൽക്കുന്ന അപ്പനും അതുപോലെ മകനും. അല്ലെങ്കിൽ പുറത്ത് പൊയ്ക്കോ എന്ന് അറുത്ത് മുറിച്ച് പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ. ഞാനവർക്ക് ഒരു വീട്ടിൽ വഴക്ക് മാറ്റാൻ വേണ്ടി അവർ തന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇവരോട്, ഈ അമ്മേനോട് എന്നാൽ അവർ ക്ഷമിക്കാൻ പറഞ്ഞ് ഇറങ്ങടാ പുറത്ത്, എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ഉപദേശിക്കാൻ വേണ്ടി വന്നേക്കണ എന്നും ചോദിച്ചു. അത്ര നേരം പറഞ്ഞ എല്ലാ കാര്യവും മോനോട് പറഞ്ഞതും ഭാര്യനോട് പറഞ്ഞതും ഇഷ്ടപ്പെട്ട് അവസാനം നമ്മളെ തല്ലിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങളെ മാറ്റിയിട്ട് ഇവർ ഇതാകണ്ട, ഞങ്ങൾ ഇങ്ങനെ തന്നെ പോകുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളിടത്ത് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. കുട്ടികളില്ലാത്തവർ ദമ്പതികൾ ഞാൻ ഓർക്കുകയാണ്, ഭർത്താവിൻ്റെ വീട്ടിൽ കിടക്കപ്പുറതിയില്ല, ഒത്തിരി പ്രശ്നങ്ങളാണ്. അപ്പോൾ ഭാര്യയുടെ വീട്ടിൽ പെൺമകൾ മാത്രം ആകെ ഇതൊരെണ്ണമുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങാട് വന്ന് അവിടെ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ തുടങ്ങി. അവർക്ക് കണ്ണിന് കണ്ടുകൂടാ. അവരുടെ സങ്കല്പങ്ങൾ മുഴുവൻ ഈ മരുമകനിൽ നിന്ന് പ്രതീക്ഷിക്കുക. അവസാനം അവർ അവിടെ നിന്ന് വാടകയ്ക്ക് മാറി. കുട്ടികൾ പോലുമില്ല, വർഷങ്ങൾ പോയി. വാടകയ്ക്കൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പം അവർക്കൊരു കുഞ്ഞായി. പക്ഷേ ഇപ്പോൾ അവർ എല്ലാവരുമായിട്ട് രമ്യതയിലോട്ടൊക്കെ കടന്നു വന്നു. അമിത അധികാരങ്ങൾ ഉപയോഗിച്ച് തങ്ങളുടെ സങ്കല്പങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന വീട്ടുകാരുടെ ഇരകളായി ജീവിക്കാനുള്ളതല്ല ഭാര്യ ഭർത്ത് ജീവിതം. അവരെ വേണ്ട എന്നല്ല, അവരെയൊക്കെ നമുക്ക് വേണം. കാരണം നമ്മളൊരു സാമൂഹ്യ ജീവികളാണ്. അപ്പോൾ അതുപോലെ തന്നെ എഫെസസ് 5:23 പറയുന്നു, എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. ഞാൻ പറയും, ഭർത്താവ് ശിരസ്സാണെങ്കിൽ ഭാര്യ കഴുത്തും ഉടലുമാണ്. കഴുത്ത് തിരിക്കുന്നിടത്തേക്ക് തല തിരിയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ സമൂഹത്തിലെ അവസ്ഥ സ്ത്രീ പുരുഷ സമത്വം. അല്ലാതെ തലക്ക് തോന്നുമ്പടി കാണിക്കാനുള്ളതല്ല കാര്യം. ഈ ശിരസില്ലാതെ ഈ കഴുത്തില്ലാതെ ഈ തലക്ക് നിലനിൽപ്പില്ല. അപ്പം ഭാര്യയുടെ റോളും പ്രധാനപ്പെട്ട് തന്നെയാണ് എന്ന് തിരിച്ചറിയുക. വീണ്ടും പറയുന്നു എഫെസസ് ലേഖനത്തിൽ 5-ാം അധ്യായം 25-26 കല്യാണം പോലും കഴിക്കാത്ത സെയിൻറ്റ് പോളാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതെന്ന് ഓർക്കണം. ഇല്ലെങ്കിൽ പണിക്ക് നിൽക്കല്ലേ എന്നാണ് 1 കൊറിന്തോസ് 7-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നത്. അല്ലാത്തവർ എന്നെ പോലെ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്പോൾ എഫെസസ് 5:25-26 ഭർത്താക്കന്മാർ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കണം. എന്ന് ചുരുക്കി പറഞ്ഞാൽ എന്താ, ഭാര്യയെ നാണം കെടുത്തരുത്, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇടിച്ച് താഴ്ത്തരുത്. ആരാണ് എന്താണെന്ന് പരിസരം ഒന്നും നോക്കാതെ വലിച്ചു കീറുന്നവരും നാണം കെടുത്തുന്നവരും അടിച്ചമർത്തിയിട്ട് വലിയ രാജാക്കന്മാരാണെന്ന് വിചാരിക്കുന്നവരും ശരിക്കും അവരുടെ തന്നെ വില പോവുകയാണ് ചെയ്യുന്നത്. ഇതാ സ്വന്തം ഭാര്യയെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒറ്റപ്പെടുത്തുന്നവർ. ഞാൻ ഓർക്കുക, ഒരു പെൺകുട്ടിയുടെ രക്തക്കണ്ണീര്, അതായത് അവക്കടെ അവസ്ഥ ഇതാണ്. രാത്രി ആയാലും അപ്പനും അമ്മയും പെങ്ങളും അളിയനും എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിരിക്കും. കിടക്കാൻ വേണ്ടി വരുമല്ല. കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഇങ്ങനെ നോക്കിയിരുന്നും മതിയായി. അവസാനം ഈ പെണ്ണ് തളർന്ന് വല്ലയിടത്തും കിടന്ന് ഉറങ്ങും. ഇങ്ങനത്തെ അവസ്ഥ. അപ്പോൾ പക്ഷേ അവൾ കഠിനമായിട്ട് പരിശ്രമിച്ച് പ്രാർത്ഥിച്ച് അവൾക്ക് എറണാകുളത്ത് പിന്നെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടി, ക്വാർട്ടേഴ്സൊക്കെ കിട്ടി. അങ്ങനെ അവനും അവളുടെ പുറകെ വന്ന് ചാടി പുറപ്പെട്ട് വരികയാണ്. പക്ഷെ അവക്കടെ കാര്യങ്ങൾ അവളുടെ രീതി വന്നപ്പോൾ അവൾ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതി, വന്ന് നിന്നിട്ടൊക്കെ പൊയ്ക്കോ എന്നുള്ള രീതി, അവിടെയും ഇനി കയറി ഭരിക്കണ്ട എന്നുള്ള രീതിയിൽ ഒരു നല്ല ഉന്നത പദവിയുള്ള ഒരു ഗവൺമെൻറ് ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞപ്പോൾ നില മാറി. അതുകൊണ്ട് ഒരു വാശിയായിട്ടെടുക്കാനും നല്ല വഴികൾ കണ്ടെത്താനും പരിശ്രമിക്കാനും, അല്ലാതെ തമ്മിലടിച്ച് തലകീറി ജീവിതം നശിപ്പിച്ച് കളയാനുള്ളതല്ല. ഞാൻ ഓർക്കുകയാണ്, ഒരാൾ കല്യാണം കഴിച്ചിട്ട് എൻ്റെ അടുത്ത് പണ്ട് വന്നൊരു കേസാണ്. അപ്പോൾ അയാൾ കല്യാണം കഴിച്ചു, ആദ്യത്തെ ഭാര്യ ആത്മഹത്യ ചെയ്തു. ഇയാൾ ശിംതേരിയിൽ വരുമ്പോൾ പോലും ആൾക്കാർ അയാളെ തെറി പറഞ്ഞ് ഓടിച്ചിട്ടുണ്ട്, ഒരെണ്ണത്തിനെ കൊന്നിട്ടെന്ന് പറഞ്ഞിട്ട്. എന്നാൽ നല്ല കേന്ദ്ര ഗവൺമെൻറ് ജോലിയും എല്ലാം ഉണ്ടായതാണ്. അയാൾ കൊന്നതൊന്നുമല്ല, അവർ ആത്മഹത്യ ചെയ്തതാണ്. പക്ഷേ
ഒരു ഭാര്യയ്ക്ക് അടുത്ത പരിഗണന കൊടുത്ത് കാണുകയില്ല. അങ്ങനെ അയാൾ വീണ്ടും രണ്ടാമത്തെ വിവാഹം കഴിച്ചു. പക്ഷേ രണ്ടാമത്തെ വിവാഹം കഴിച്ചപ്പോഴും ആ സ്ത്രീയെ ഞാൻ പരിചയപ്പെടാനിടയായി. അവരിലൂടെയാണ് ഈ കഥകൾ അറിഞ്ഞത്. അവർ പറഞ്ഞു ഒരു വിലയുമില്ല, അമ്മയും പെങ്ങളും അവർക്കെന്നാൽ തിരിച്ചിങ്ങാടും ഇല്ല. അവരൊന്നും പറഞ്ഞല്ല, കിട്ടുന്ന പൈസ ഒന്നും കണക്കില്ല, പങ്കാളിക്കൊന്നും കൊടുക്കത്തില്ല, കഷ്ടിച്ച വീട്ടിലെ കാര്യങ്ങൾ കഴിയുന്നത്. അപ്പോൾ ഈ സ്ത്രീ ആണെങ്കിൽ ജോലിയൊക്കെ എടുത്ത് വിദേശത്തൊക്കെ ജോലിയൊക്കെ എടുത്ത് ലേറ്റായിട്ട് മാരേജ് അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ രണ്ടാം കല്യാണം ഇത് നടന്നത്. പക്ഷേ അവസാനം ഇയാൾ ഈ രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞ് ഈ പൊരുത്തപ്പെട്ടു പോകാനാത്ത അടികളാണ്. ഇവരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ഈ വീട്ടുകാർ ഒത്തിരി രണ്ടാമത്തെ ഇതിലും ഒത്തിരി കളികൾ കളിച്ചിട്ടുണ്ട്. അവരുടെ അടിമേനെ പോലെ കുപ്പിയിലടച്ച ഭൂതം എന്നൊക്കെ പറയുന്നത് പോലെ അയാൾ അങ്ങനെ ആയിരുന്നു. പക്ഷെ അയാൾ തന്നെ പിന്നെ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ, ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം കൊണ്ട് പരീക്ഷിക്കുന്നവരുണ്ട്, അടിമയായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ മനോഭാവങ്ങളെല്ലാം ഭാര്യയെ നാണം കെടുത്തുന്ന, അല്ലെങ്കിൽ കൂട്ടിലടച്ച പട്ടിയോ കിളിയോ അതുങ്ങളെപ്പോലും ഇന്ന് അങ്ങനെയൊന്നും പാടില്ല. മൃഗങ്ങൾക്ക് നമ്മളെക്കാൾ കൂടുതൽ അവകാശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തിയാണ്, വീണ്ടും പറയുന്നുണ്ട് എഫെസസ് 5:23 പറഞ്ഞിട്ട് പറയാം, ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ആകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. എഫെസസ് 5:33. അപ്പോൾ അതിന് പകരം എന്താ പറയും, കിട്ടുന്നതും തിന്ന് അവിടെ എല്ലായിടത്തും കിടന്നാൽ മതി, നീ കൂടുതൽ കാര്യമൊന്നും അന്വേഷിക്കേണ്ടെന്ന് പറയും. പരാക്രമം കൂടും, അസ്വസ്ഥത കൂടും. ഇത് തന്നെ ജീനുകളിലൂടെ മക്കളിലേക്കും കടന്നു വരും. അവസാനം രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്ന് കരയേണ്ട അവസ്ഥ ഉണ്ടാകും. പാരമ്പര്യത്തിലൂടെ കടന്നു വരുന്ന ഇത്തരം അക്രമം, അനീതി, അടിച്ചമർന്ന സ്വഭാവം കണ്ടുപഠിക്കുന്ന മക്കളിലേക്ക് അങ്ങനെയുള്ള തിന്മകൾ അതിനേക്കാൾ പല മടങ്ങായിട്ട് കടന്നു വരും. അപ്പോൾ ഭാര്യ ഒരു വസ്തുവല്ല, അടിമയുമല്ല. ഒരു വസ്തുവാണ്, ഒരു കസേരയാണ്, ഒരു മേശയാണെങ്കിൽ അവിടെ വെച്ചാൽ അവിടെ ഇരുന്നോളൂ. പക്ഷെ ജീവനുള്ള വ്യക്തി ആണെന്ന് വിചാരങ്ങളുള്ള തുല്യ അവകാശമുള്ള ഒരു വ്യക്തിയാണ് ജീവിത പങ്കാളിയെന്ന് ഓരോ ഭർത്താവും ഓർക്കണം. കൊളോസസ് 3:19 പറയുന്നുണ്ട്, ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ, അവരോട് നിർദയമായി പെരുമാറരുത്. വേറെ ഒന്നും വേണ്ട. ആ പാവത്തിന് പറയുന്ന പരാതി ഇല്ലേ, സ്നേഹിക്കണില്ല, ഇതല്ലേ സ്നേഹമില്ല, എന്നോട് പറഞ്ഞില്ല, എന്നെ കൊണ്ടുപോയില്ല എന്ന്. അതിന് പകരം പറയും, ഒരിക്കൽ ഒരു ഭർത്താവും ഭാര്യയും കൂടി സിനിമക്ക് പോകാമെന്നും പറഞ്ഞിരുന്നിട്ട് അവസാനം പലതവണ പറഞ്ഞ് ഒരു ദിവസം ഒരുങ്ങിയിരുന്ന് അങ്ങനെ വൈകി എല്ലാം ഇതായി വന്ന്. അപ്പോൾ ഭാര്യ പറഞ്ഞു ഞാനിഞ്ഞ് വന്നില്ല. പക്ഷേ അയാൾ പറഞ്ഞു നീ വന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ദേ പോകണമെന്നും പറഞ്ഞ് വൈകിയാണെങ്കിലും അയാൾ പോയി. പക്ഷേ ഡൈവേഴ്സിൻ്റെ അങ്ങേ അറ്റത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരായിട്ട് സംസാരിക്കാനിടയായി. സംഗതി ഇതായിരുന്നു, അവൾ വിചാരിച്ച ഇതാണ്, അയ്യോ നീ ഇല്ലാതെ എനിക്ക് എന്ത് സിനിമ, നീ പോണില്ലെങ്കിൽ ഞാനും പോണില്ല. അതിന് പകരം പറഞ്ഞാൽ എന്താ, നീ ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ എൻ്റെ വഴിക്ക് പോകും, നീ ആരാ എന്ന് പറയുന്ന അവസ്ഥ. ഇതാണ് പല കുടുംബങ്ങളെയും, ഇതുപോലെയുള്ള മനോഭാവങ്ങളാണ് പല കുടുംബങ്ങളെയും തകർക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ മാറ്റം വരണം. പെണ്ണിൻ്റെ കണ്ണുനീര് വീഴ്ത്തുന്ന കുടുംബങ്ങൾ ഉയർന്നു വരാൻ അപ്പൻ്റെ പേര് പറഞ്ഞാൽ, അമ്മയുടെ പേര് പറഞ്ഞാൽ, വീട്ടുകാരുടെ പേര് പറഞ്ഞാൽ, പഠിപ്പിൻ്റെ പേര് പറഞ്ഞാൽ, മുടിയുടെ പേര് ഇനി പറഞ്ഞാൽ മുടിക്ക് നീട്ടം കൂടാൻ പോണില്ല, നിറവും മാറാൻ പോണില്ല, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് കൂട്ടത്തോടെയോ അല്ലാതെയോ അധിക്ഷേപിക്കുന്ന അവസ്ഥ. സ്ത്രീകളുടെ കണ്ണുനീര് വീഴുന്ന കുടുംബങ്ങൾ ഉയർന്നു വരാൻ ഭയങ്കര പ്രയാസം. ഇനി അടി കിട്ടിയവൻ മറ്റുള്ളവർക്ക് അടി കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വിവരമുള്ള മറ്റവർ ആ അടിയിൽ കൂടാനല്ല, ഇതാ അമ്മായിയമ്മയുടെ അടി കിട്ടിയ അല്ലെങ്കിൽ മുറിവുകൾ കിട്ടിയ മരുമകൾ ഭാവിയിൽ ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാലും പലയിടത്തും കാണുന്നത് ജാമ്യമില്ലാ വാറണ്ട് പോലെ അവർ തിരിച്ച് അതിൻ്റെ അപ്പുറം മരുമകളുടെ അടുത്ത് കാണിക്കെടുക്കുകയും ചെയ്യും. എന്നിട്ട് പറയും എനിക്ക് കിട്ടിയതിൻ്റെ ഒരു അംശം പോലും എടുത്തില്ല, ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന് പറയും. അതായത് ഇതൊക്കെ സഹിച്ചോ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ വലിയ മഹാന്മാരും വലിയ സിനിമാ നടന്മാരും നേതാക്കന്മാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ, വ്യക്തികളിൽ സ്ത്രീകളുടെ ഭാര്യയുടെ കണ്ണുനീര് വീണ ഏതെങ്കിലും വ്യക്തി ഉയർന്നിട്ടുണ്ടോ, രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത് ആരും കൂടോത്രവും മന്ത്രമൊന്നും ചെയ്തിട്ടല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നീറിപ്പോഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, പങ്കാളിയുടെ കണ്ണുനീര് വീഴ്ത്തിയ അവസ്ഥകൾ. കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം.
കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം. കാരണം ഒരു പെണ്ണിൻ്റെ കണ്ണുനീര് ഇനി ദൈവം വേഗം ഇടപെടും. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, സ്ത്രീ ബലഹീന മാത്രമെങ്കിലും ജീവകദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് കരുണ കാണിക്കുവിനെന്ന് സുഭാഷ് തങ്ങളുടെ പുസ്തകം ഭാര്യമാരോട് പറയുന്നതാണ്. ഇനി 31:10-12 വരെ, ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും? അവൾ രത്നങ്ങളെക്കാൾ അമൂല്യത്രേ. ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു, അവൻ്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. അവൾ ആജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല. സുഭാഷിതം 31:10-12. സങ്കല്പത്തിലെ ഭർത്താവ് സങ്കല്പത്തിലെ ഭാര്യയെ ആദ്യം കുഴിച്ചു മൂടണം. പലരുടെയും സങ്കല്പങ്ങളിൽ കിടക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്. ഈ ലോകത്തിൽ നിൻ്റെ ഭാര്യയെ പോലെ നിൻ്റെ ഭർത്താവിനെ പോലെ ആരുമില്ല. ഇനി എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം ചെയ്തിരുന്നെങ്കിലും ഇയാളെ തന്നെ നിനക്ക് ഭാര്യയായി, അല്ല നിൻ്റെ മകന് നിൻ്റെ മകൾക്ക് ഈ വ്യക്തിനെ തന്നെ കിട്ടുള്ളായിരുന്നു. ഇത് ദൈവനിശ്ചയമാണ്. ഉൽപ്പത്തി 2:18 പറയുന്നുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്നാണ് പറയുന്നത്. ദൈവം നൽകുന്നതാണിത്. അതിലെന്തെല്ലാം പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ പരിഹരിക്കാനാണ് നിന്റെ ആവശ്യം. അതിനു പകരം ചെളിവാരി എറിയാനോ തെറി വിളിച്ച് അടിച്ചമർത്താനോ അലറാനോ അല്ല. ഞാൻ ഓർക്കുകയാണ്, എറണാകുളത്തെ ഒരു സ്ഥലത്ത് ഇതുപോലെ മരിക്കാറായി കിടക്കുന്ന, മരിക്കുന്നുമില്ല ജീവിക്കുന്നില്ല, ആശുപത്രി കഴിഞ്ഞ ആള്. അപ്പോൾ ഇങ്ങനെ അലറി വിളിക്കുന്നു, കിടന്ന് സഹിക്കൂല, മരിക്കുന്നുമില്ല ഇയാൾക്ക് വേണ്ടി. അപ്പം ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര സ്നേഹവും ഭയങ്കര ഇതായിരുന്നു, പക്ഷെ ഒരു ചെറിയ കാര്യത്തിന് വരെ അലറിക്കൊണ്ട് തെറി വിളിക്കും, എല്ലാവരെയും വിറപ്പിക്കും. മക്കളൊക്കെ ഇപ്പോൾ വിദേശത്തൊക്കെ പോയി ഓരോ ഇതിലൊക്കെ പോയി നല്ലോണം ജോലി എടുക്കണ ആളായിരുന്നു. അതുകൊണ്ട് അധികാരം പ്രയോഗിക്കും. ഇപ്പം മരിക്കാറായി കിടക്കുമ്പോഴും അലറാൻ മാത്രമോ ഓരിയിടുന്നത് പോലെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനോർത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ ഈ സ്ത്രീയെ കണ്ടാൽ അറിയാം ഒരുപാട് സഹിച്ചിട്ടുള്ളവരാണ് എന്ന്. ആരാണ് എന്താണെന്നൊന്നും ഓട്ടമില്ല, ദേഷ്യം കയറിയാൽ ഭയങ്കരമായിരുന്നു. ഇപ്പം കിടന്ന് മരിക്കാറായി കിടന്നിട്ടും മരിക്കൊന്നുമില്ല, വെറുതെ അലറിക്കൊണ്ടിരുന്നിട്ട് വല്ലവരും മൈൻഡ് ചെയ്യുമോ? അലറിയും കരഞ്ഞും കൊണ്ടിരിക്കുന്ന കുറ്റബോധം അവിടെ തീർക്കുന്നതാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അതുപോലെ തന്നെ പ്രഭാഷകം 26:1, ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവൻ്റെ ആയുസ് ഇരട്ടിക്കും. അതുകൊണ്ട് ഒന്ന് വൃത്തിയായിട്ടൊക്കെ നടക്കാൻ, ഭർത്താവിന് ഇഷ്ടമുള്ള വേഷങ്ങൾ, പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് കയറി വരുമ്പോൾ തന്നെ മുഖം കയറ്റി ഇരിക്കാതെ പെയ്തു പറക്കുന്നവരായി തീരാതെ, അത് ആ മയത്തിലും സാഹചര്യങ്ങൾ നോക്കി, അതുപോലെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോൾ അതൊക്കെ അവന് ഭയങ്കര ഇതുള്ള കാര്യമോ ചിട്ടയോടെ വൃത്തിയോടെ വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യാനും മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ ബഹുമാനിക്കപ്പെടാനും. ഭാര്യ ഭർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. പോയി കഥ. പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒരിക്കൽ അത് മുറിപ്പെട്ട ഉണങ്ങാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അതുപോലെ വൃത്തിയായിട്ടൊക്കെ ഒരുങ്ങി കുളിച്ചൊക്കെ നടക്കുക. ഇത് തുണിയില്ല, നനയില്ല, വൃത്തിയായിട്ടും നടക്കില്ല, അടക്കോ ഒതുക്കോ ഇല്ല, കൂട്ടുകാരന്മാരുടെ മുമ്പിൽ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം. അപ്പം അങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം. മാറ്റാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നഥാനിയൽ ഹൗത്രോൺ എന്ന് പറഞ്ഞ വിശ്വപ്രസിദ്ധമായ നോവലൊക്കെ എഴുതി ഒത്തിരി സാഹിത്യകൃതികൾ രംഗത്ത് വന്നു. കസ്റ്റംസിലെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ അയാൾ കരുതി ഭാര്യയും തന്നെ കുറ്റപ്പെടുത്തും. പക്ഷെ അതിന് പകരം ഒരു ചെറിയ പണക്കിഴി കൂട്ടിവെച്ച കൊടുക്ക എടുത്തുകൊണ്ടൊന്ന് കൊടുത്തിട്ട് പറഞ്ഞു, നമുക്കിതുകൊണ്ട് മിച്ചം വെച്ച് സൂക്ഷിച്ച് ജീവിക്കാം. പണ്ട് മുതലേ നിങ്ങൾക്ക് ആഗ്രഹമുള്ളതാണല്ലോ കഥയും നോവലൊക്കെ എഴുതാൻ. ഇനി ഒരു ജോലി കിട്ടുന്നത് വരെ അങ്ങനെ ചെയ്യാൻ ഭാര്യ പ്രോത്സാഹിപ്പിച്ചു. മിച്ചം വെച്ച് സൂക്ഷിച്ചത് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. അതാ കിട്ടുന്നത് മുഴുവൻ ചിലവാക്കി കളയുന്ന സ്വഭാവം ഭർത്താവിനുണ്ടെങ്കിൽ ഭാര്യയെങ്കിലും മിച്ചം വെക്കുന്നവരാകണം. ഇനി ഇരുവരും അങ്ങനെ ആയിരിക്കണം. ഉള്ളത് കൊണ്ട് ജീവിക്കാത്തവനെ കണ്ടാ വഴിമാറി പോകണമെന്ന് പണ്ട് മുതലേ കാരണവന്മാർ പറയും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ആകരുത്. എത്ര വേണമെങ്കിലും നമുക്ക് ചിലവാക്കാൻ പറ്റും, വീടുമേലും കാറുമേലും ആഡംബരത്തുമേലും. പക്ഷേ ഇല്ലായ്മ വരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമാകരുത്. അതിനാണ് ചെറിയ ചെറിയ നിക്ഷേപങ്ങളും മിച്ചം വെക്കുന്ന അവസ്ഥ. അപ്പം നഥാനിയൽ ഹൗത്രോൺ ദ സ്കാർലറ്റ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ വിശ്വപ്രസിദ്ധമായ നോവലിലൂടെ ലക്ഷങ്ങൾ കോടികൾ അദ്ദേഹത്തെ തേടി വന്ന അവസ്ഥ. ഇത് ഭാര്യ കൊടുത്ത ആ കരുതൽ, ആ സപ്പോർട്ട്, അതാണ് അദ്ദേഹത്തെ ലോകപ്രശസ്തനായ ഒരു സാഹിത്യകാരനാക്കി മാറ്റിയത്. അതുപോലെ
ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവൻ്റെ ആയുസ് ഇരട്ടിക്കും. പ്രഭാഷകം 26:1. ഇതാ ആയുസ് ഇരട്ടിക്കുന്ന അവസ്ഥയാണോ, അല്ലെങ്കിൽ ഇപ്പം തന്നെ രോഗവും ബ്ലോക്കുമാണോ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരച്ചിട്ട് തുപ്പാനും വയ്യ, അങ്ങനത്തെ അവസ്ഥയാണോ പലരുടെയും ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. Efesos 5:22 പറയുന്നുണ്ട്. ഇതാ ഭയങ്കര ഭക്തിയാണ്, പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര സ്റ്റണ്ടാണ്. കിടപ്പെല്ലാം വേറെ മുറിയിലാണ്. എങ്ങനെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയിൽ അനുഷ്ഠാനങ്ങളിൽ സംപ്രീതനാകും? പുരുഷൻ പ്രവൃത്തി മാർഗമാണ്, സ്ത്രീ ഭക്തി മാർഗമാണ്. അത് തിരിച്ചറിയുക. പുരുഷൻ അത്രയുമേൽ ദൈവാനുഭവം ഭാര്യയിലൂടെ ദൈവത്തെ, അല്ലാതെ ചൊല്ലിക്കൂട്ടലോ ആചാരാനുഷ്ഠാനങ്ങളോ അല്ല അവൻ അന്വേഷിക്കുന്നത്. ജീവിത പങ്കാളിയിലൂടെ ദൈവത്തെ കണ്ടെത്താൻ ഇടയാകണം. ഇടയായാൽ ഒരു കടുകിട അവനെ അതിൽ നിന്ന് പിന്മാറ്റാൻ ആർക്കും പറ്റത്തില്ല. സ്ത്രീ ഉള്ളവണ്ട പ്രാർത്ഥന, അത് ഇത് ജപമാല, കർണക്കൊന്ത, കുരിശിൻ്റെ വഴി എല്ലാം ചൊല്ലിക്കൂട്ടും. പക്ഷേ പലപ്പോഴും മനസ്സ് പലയിടത്തായിരിക്കും, ഒരു സ്വസ്ഥതയില്ല. പക്ഷേ പുരുഷൻ പറയും, ഉള്ളത് 15 മിനിറ്റ് മതി, ഉള്ളത് വൃത്തിയായിരിക്കണം എന്ന് പറയും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുത്തഴിഞ്ഞ അവസ്ഥ കൊണ്ട് വിപരീത സാക്ഷ്യം, പ്രാർത്ഥനയും എല്ലാം നടത്തും, പക്ഷേ വായ തുറന്നാൽ നല്ലതൊന്നും എല്ലാവരും കുറ്റം പറയുന്ന അവസ്ഥ. പള്ളിയിലും പ്രാർത്ഥനാ ഗ്രൂപ്പിലും ധ്യാനത്തിലും വാളണ്ടിയറും എല്ലാമായിട്ട് നടക്കും. ഭർത്താവ് ഘടകവിരുദ്ധമായിട്ട് ഇതിനെതിരായിരിക്കുന്ന അവസ്ഥ. അതുപോലെ ഭാര്യ ഉള്ള പ്രാർത്ഥനയ്ക്കും ഭക്തിക്കും മുഴുവൻ നടക്കും. ഓരോ ആചാരവും നോമ്പിൻ്റെയും പേരും പറഞ്ഞിട്ട് ആദ്യം ഓടി രക്ഷപ്പെടുന്നത് ദാമ്പത്യധർമ്മം. ഭാര്യയും ഭർത്താവും മരിക്കുന്നത് വരെ നിറവേറ്റാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്ന വചനം പഠിപ്പിക്കുന്ന കാര്യത്തിൽ നിന്ന് പല രോഗത്തിൻ്റെയും പല തട്ടിപ്പും പല സൂത്രവും കഴിഞ്ഞ് ഓടി രക്ഷപ്പെടുന്ന മക്കളുടെ പേര് പറഞ്ഞ്. അതുപോലെ മക്കളെയൊക്കെ 3 വയസ്സ് കഴിഞ്ഞാൽ മാറ്റിക്കിടത്തണം. ഇതെല്ലാം അറിയാം, പക്ഷേ പിടിച്ചു വെച്ച് നടുക്ക് 13 വയസ്സുള്ള കൊച്ചിനെയും 18 വയസ്സായ മോനെയൊക്കെ വീണ്ടും നടുക്ക് കിടത്തി അപ്പനും അമ്മയും കിടക്കേണ്ടതെന്നല്ല, മുറികളും സൗകര്യമൊക്കെ ഉണ്ട്, അവരെ മാറ്റിക്കിടത്ത്. ദമ്പതികൾക്ക് അവരുടേതായ സ്വകാര്യതകൾ ദൈവം അനുവദിച്ചിട്ടുണ്ട്, സ്നേഹം പ്രകടിപ്പിക്കാനും ജീവിക്കാനും. ഈ മുരടിപ്പ് കടന്നു വരുന്നത് ഇവിടെ ഇങ്ങനെ ആവശ്യമായ കാര്യങ്ങളെല്ലാം തടസ്സപ്പെടുത്തുമ്പോഴാണ്. അപ്പോൾ പുരുഷൻ ഭക്തിമാർഗമല്ല, പ്രവൃത്തി മാർഗമാണ്. സ്ത്രീ ഭക്തിമാർഗമാണ്. പക്ഷേ ഭാര്യയുടെ പ്രവൃത്തി കൊണ്ട്, മാതൃക കൊണ്ട് ഭർത്താവ് ദൈവത്തെ കണ്ടെത്തണം. കണ്ടെത്തിയാൽ അവൻ അതിൽ നിന്ന് പിന്മാറ്റാൻ ആർക്കും സാധ്യമല്ല. അതുപോലെ എനിക്ക് ഒത്തിരി സംഭവങ്ങൾ അതുപോലെ അറിയാം. ഭർത്താക്കന്മാരെ മാറ്റിയെടുത്ത ഭാര്യമാരെക്കുറിച്ച് ഒത്തിരി സംഭവം നേരിട്ടറിയാം. ഞങ്ങളുടെ ശുശ്രൂഷയിൽ അതുപോലെ പലരുമുണ്ട്. അപ്പോൾ വീണ്ടും കൊളോസസ് 3:18, ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് യോഗ്യമാംവിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വിധേയത്വമുണ്ടോ? എളിമയുണ്ടോ? ഭർത്താവിനെ ബഹുമാനിക്കുന്ന സ്വഭാവവും സംസാര രീതിയുമാണോ? നോട്ടം കണ്ടാൽ തന്നെ ഓടിക്കളയും, കണ്ണുമൊഴിക്കുന്ന, മുഖം വീർപ്പിച്ചടക്കുന്ന, നീർക്കെട്ടുള്ള അവസ്ഥയാണോ? ഇതെല്ലാം മാറ്റണം. എളിമയിലേക്ക് കടന്നു വരണം. പറയാൻ നമുക്കും പലതും പരാതികളും ഉണ്ടായിരിക്കാം. ഒന്നിച്ചൊന്ന് ഇരിക്കാൻ, ഒന്ന് സ്നേഹിക്കാൻ, ഒന്ന് ഒരുമിച്ചൊരു സ്ഥലത്ത് പോകാൻ ഒക്കെ അറക്കുന്നതിൻ്റെ, ഇഷ്ടപ്പെടാത്തതിൻ്റെയൊക്കെ കാരണങ്ങൾ പല മുറിവുകളുമാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റണം. ഈ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. 1 പത്രോസ് 3:1. ഇതുപോലെ തന്നെ പുരുഷനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ പെരുമാറ്റം കൊണ്ട് നിൻ്റെ ഭാര്യയെ, നിൻ്റെ ഭർത്താവിനെ ഒറ്റ ദിവസം കൊണ്ടൊന്നും മാറിപ്പോണമെന്നില്ല. ഇന്ന് പത്രത്തിൽ വായിച്ചത് ഓർക്കുകയാണ്, ഈ കോവിഡ് വന്ന് 3-4 വർഷം പിന്നിട്ടിട്ടും അമൃത ഹോസ്പിറ്റലിലെ പ്രശസ്തനായ ഡോക്ടറിൻ്റെ ലേഖനം ഇന്ന് മനോരമ പത്രത്തിൻ്റെ ഉൾത്താളുകളിൽ ഏകദേശം ഫുൾ പേജോളം ഉണ്ട്. അപ്പോൾ നാളെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. അതിൻ്റെ പരസ്യമല്ല പറയുന്നത്, കോവിഡ് വന്ന് മാറിയതിന് ശേഷവും വാക്സിനൊക്കെ എടുത്തതിന് ശേഷം അതിന് മുമ്പും പിമ്പുമായിട്ട് മനുഷ്യരിപ്പോൾ പലതരം അസ്വസ്ഥതകൾ, മറ്റു പല രോഗങ്ങളും, പ്രതിരോധശക്തി കുറഞ്ഞ അവസ്ഥ, അതുപോലെ തന്നെ ഡിപ്രഷൻ, ഇങ്ങനെ പലതും വരുന്നതായിട്ട് കണക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരു പ്രയാസം ഉണ്ടായി ഒറ്റ ദിവസം കൊണ്ട് എല്ലാം പരിഹരിക്കപ്പെടില്ല. പ്രവൃത്തി കൊണ്ട് വിശ്വാസത്തിലേക്ക് പടിപടിയായിട്ട് കാത്തിരിക്കും. ഒരു ചിക്കൻ ബോക്സ് വന്നാൽ അത് പതിയെ പതിയെ അതിൻ്റെ എഫക്റ്റുകൾ മാറുള്ളൂ. രോഗം മാറിയാൽ ഒരു ക്ഷീണം മാറുള്ളൂ. ഒരു ചിക്കൻ കുനിയ വന്നാൽ ജോയിൻസ് മുഴുവൻ വേദനയാണെന്നും പറഞ്ഞ് 1-2 വർഷം കയറിയിരുന്ന കേസുകളൊക്കെ അറിയാം. അത് കഴിഞ്ഞ് പിന്നെ
പിന്നെ ജോലിയൊക്കെ പതിയെ എടുക്കാൻ തുടങ്ങി. ഇതുപോലെയാണ് പലതും. അപ്പോൾ പലതും പടിപടിയായിട്ട് ക്ഷമയോടെ സഹിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കണം. പഴയതും പുണ്ണാച്ചനും ഒക്കെ പുറന്തള്ളുക. ഭാര്യനെ ഭർത്താവും ഭർത്താവിനെ ഭാര്യ അവരുമായിട്ട് താരതമ്യപ്പെടുത്താതിരിക്കുക. ദൈവം തന്നതായിട്ട് സ്വീകരിച്ച് ഇന്ന് തൊട്ട് നന്ദി പറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ക്ഷമയോടെ പ്രാർത്ഥിച്ച് 10 ദിവസം എൻ്റെ കൂട്ടുകാരനായ ഒരു ഡോക്ടർ പറഞ്ഞത് വെറും 10 ദിവസം ഭക്തിയോടെ കരുണക്കൊന്ത ചൊല്ലി നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ തന്നെ എത്ര വലിയ കെട്ടായാലും അഴിയും. അതുപോലെ ജപമാലയിലൂടെ ഒന്ന് കൊടുത്ത് പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായിട്ട് കൊടുക്കുക. പല പ്രാർത്ഥനകളും ഫലമില്ലാതെ പോകുന്നത് അവരോട് വെറുപ്പ് വെച്ചിട്ടാണ് ഭയങ്കര പ്രാർത്ഥനയും കുർബാനയും പരിപാടിയൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് കുമ്പസാരക്കൂട്ടിലോട്ട് ഓടിക്കോ. എന്തുട്ടാണ് നിങ്ങൾ പറയുന്നത്? ഈ വെറുപ്പ് വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ, വെറുപ്പ് മാറ്റി ക്ഷമിച്ച് പ്രാർത്ഥിക്ക്. നിങ്ങൾക്ക് പരസ്പരം വിശുദ്ധീകരിക്കാൻ സാധിക്കും. അതിനുള്ള കൃപ ദൈവം തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ലൊരു ദാമ്പത്യ ജീവിതത്തിലുള്ള കൃപ ലഭിക്കാൻ ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കും.